ഞാൻ വെച്ച കാർഡിന് മുകളിൽ അംബിക മാഡം അങ്ങനെ ഒരു ചെക്ക് വെക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കണമായിരുന്നു. മാഡത്തിനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇനി എന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പിഴവുണ്ടാവില്ല. എന്താ രാജു ഇങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല രാജു. എന്തൊക്കെ ഇവിടെ സംഭവിച്ചത്? ആ DNA റിപ്പോർട്ട് രാജു കൊണ്ടുവരുമെന്ന് അമ്മായിക്ക് നേരത്തെ അറിയായിരുന്നോ? ഇല്ല മാഡം, ഞാൻ DNA റിപ്പോർട്ടുമായിട്ട് വരുമെന്ന് അംബിക മാഡം അറിയാൻ ഒരു ചാൻസും ഇല്ല. ഞാനിതൊട്ടും പ്രതീക്ഷിച്ചതുമല്ല മാഡം. പാവം ദിവ്യ കൈക്കുഞ്ഞായിട്ട് ഇപ്പൊ ദീപകിന്റെ റൂമിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു. നാളെ ഇനി ദീപകിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ രാജു? ഇല്ല മാഡം, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ശ്രമിക്കാം. വർമ്മ സാർ നടത്താൻ പോകുന്ന പരീക്ഷണത്തില് ദിവ്യയുടെ ഭാഗത്താണ് ന്യായമെന്ന് നമുക്ക് തെളിയിക്കണം. മാഡത്തിന് എന്തോ ഒരു നിരാശ. ഒരു ഭാഗത്ത് എന്നെ വട്ടമിട്ട് പറക്കുന്ന റോഹനെതിരെയും എനിക്കെതിരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അമ്മായിയും ദീപക്കും. ഇവര് തീർത്ത ചക്രവ്യൂഹത്തിന്റെ ഇടയിൽ നിന്നും ഞാൻ എങ്ങനെ പുറത്തു വരും രാജു? ഋതിക മാഡം, അതോർത്ത് വിഷമിക്കണ്ട. മാഡത്തിന്റെ കൂടെ ഞാനുണ്ട്. ഞാനുണ്ടാവൂ എന്നും. മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും എന്നെ മനസ്സിലാക്കി എന്റെ ഒപ്പം എന്ന് നീ ഉണ്ടാവൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ആ ഉറപ്പ് മാത്രം മതി. എല്ലാ പ്രശ്നങ്ങളും മാറി സമാധാനപരമായൊരു ജീവിതം എനിക്കുണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഒരിക്കലും കൈവിടണ്ട മാഡം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ദൂരെ എവിടെയോ കാണുന്ന പ്രതീക്ഷയുടെ വെളിച്ചത്തിന്റെ പിന്നാലെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം. മാഡത്തിന് കൂട്ടായി ഞാനുണ്ടാവും. തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്ന രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള ഓരോ പൗരനും അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ആ സുദിനം. നാളെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. 16ാമത് കേരള നിയമസഭയിലേക്കുള്ള 140 സാമാജികരെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. തിരഞ്ഞെടുപ്പിൽ നിലവിൽ ഭരണപക്ഷത്തുള്ള പാർട്ടി DDKക്ക് വിജയസാധ്യതയെന്ന് പൊതുവെ പറയപ്പെടുന്നു. എന്താ ചെയ്യേണ്ടത്? ഇവരെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ എന്താ വഴി? അത് വേണ്ട ചേട്ടാ, കട്ടൻ കാപ്പി. നല്ല ചൂട് കട്ടൻ കാപ്പി കുടിച്ചാലേ ചിന്തിക്കാനൊക്കെ ഒരു ഉന്മേഷം വരും. അകലേ നോവിനാലേ